ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 140 സ്ഥാപക ദിനം മറയൂരിൽ ആഘോഷിച്ചു. മറയൂർ ടൗണിൽ മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ് അധ്യക്ഷതയിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ആൻസി ആന്റണി പതാക ഉയർത്തി. മറയൂർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും പ്രസിഡന്റുമാരും മെമ്പർമാരും നേതൃത്വത്തിൽ പതാക ഉയർത്തി ആഘോഷിച്ചു. കോൺഗ്രസ് കമ്മിറ്റി രാജീവ് ഭവനിൽ സ്ഥാപിച്ചിരിക്കുന്ന കൊടിമരത്തിൽ പതാക ഉയർത്തനായി പ്രിയപ്പെട്ട മുൻ മണ്ഡലം പ്രസിഡന്റും പാർട്ടിയുടെ മുതിർന്ന നേതാവും കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റുമായ ആൻസി ചേട്ടൻ രണ്ട് വാക്ക് സംസാരിച്ച് ആ പതാക പ്രിയപ്പെട്ട കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ പി രാജൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോമൻ തോമസ്, ശ്രീ പി സി ജോസ്, പി ബാലജ്യോതി, കാളിദാസ് അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരെ, സന്നിഹിതരായിട്ടുള്ള കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരെ, നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം 1885 സ്ഥാപിതമായത്. ഇപ്പോൾ നിലവിൽ 140 വർഷം തികയുകയും 141ാമത് ദിനം നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പ്, ഇന്ത്യ നമുക്കറിയാം 1947 ഇന്ത്യ സ്വാതന്ത്ര്യം സ്ഥാപിച്ച് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആകുന്നത്. അതിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പ്രസ്ഥാനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഈ രാജ്യത്തുണ്ടായി. ഈ രാജ്യത്ത് ആ പ്രസ്ഥാനം ഉണ്ടായതിനു ശേഷം ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന ഫലമായി ആണ് നമുക്കിന്ന് ഈ സ്വാതന്ത്ര്യം ലഭ്യമായത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇന്ന് കാണുന്ന മുഴുവൻ വികസനങ്ങളും നടത്താൻ അതിന് ചുക്കാൻ പിടിച്ചതും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികളും അതിൻ്റെ പ്രധാനമന്ത്രിമാരും. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മതേതരത്വം ശരിയായ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല. ഇതൊരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള BJPയുടെ അജണ്ടയുമായിട്ട് BJP മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഗവർണറുടെ ഓഫീസിൽ തന്നെ ക്രിസ്മസ് ദിനത്തിൽ അവധി കൊടുക്കുന്നില്ല. UP കൊടുക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ കേരളത്തിൽ പോലും ഗവർണറുടെ നിയന്ത്രണത്തിലുള്ള ലോകഭവൻ, ഇപ്പോൾ രാജ്ഭവൻ എന്നുള്ള പേര് മാറ്റി ലോകഭവൻ എന്നാക്കി, അവിടെ ലീവ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധിയുടെ പേരുള്ളതായിരുന്നു, അതിന് മഹാത്മാവിൻ്റെ പേരെടുത്തു കളഞ്ഞു. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മഹാത്മാവിൻ്റെ പേര് മാറ്റിക്കളയാനുള്ള അധികാരമോ അവകാശമോ ആർക്കുമില്ല. ഇനി അവരെ അടുത്ത് ചെയ്യാൻ പോകുന്നത് നോട്ടിൽ ഉള്ള ഗാന്ധിജിയുടെ ഫോട്ടോ കൂടി മാറ്റാനുള്ള ഏർപ്പാടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കോൺഗ്രസിൻ്റെ ജന്മദിനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം നിലനിന്നാൽ മാത്രമേ ഈ രാജ്യത്ത് എല്ലാ മതസ്ഥർക്കും ഒരുപോലെ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു മതരാഷ്ട്രത്തിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരിടത്തും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പകരം വളർന്നു വരുന്നത് BJPയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനം നാളുകളിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് വരും തലമുറയ്ക്ക് നല്ല രീതിയിൽ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ജന്മദിനത്തിൽ നമ്മളെല്ലാം കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അണികളാകുവാനും അണികളെ ചേർക്കുവാനും കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളർത്തുവാനും വേണ്ട എല്ലാ പരിശ്രമങ്ങളും നമ്മളും എല്ലാവരും ഒന്നിച്ചുണ്ടാകുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ദിനത്തിൽ പങ്കുചേരാം. രണ്ട് വാക്ക് സംസാരിക്കുന്നത് ശ്രീ KP രാജൻ. രണ്ട് വാക്ക് നന്ദി പറയാം. അവസാനിച്ചോ? 1885 രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇന്ന് 140 വർഷം പിന്നിടുകയാണ്. ഈ ദിനത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യ മുഴുവൻ ഇതേപോലെയുള്ള ആഘോഷ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് മറയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലെ പതാക ഉയർത്തലും അതേപോലെ ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കും. കോൺഗ്രസിൻ്റെ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമെന്ന നിലയിൽ കോൺഗ്രസ്സിന് എക്കാലത്ത് ഇന്ത്യയിൽ പ്രസക്തിയുണ്ട്. കോൺഗ്രസിൻ്റെ പ്രസക്തി ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ വന്നാലും അത് മാറ്റിക്കളയാൻ കഴിയത്തില്ല. കാരണം ഓരോ ദിനവും അനുദിനവും കോൺഗ്രസിൻ്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിനെ മനസ്സിലാക്കാനും കോൺഗ്രസിൻ്റെ സന്ദേശങ്ങൾ രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസിൻ്റെ ജന്മദിനത്തിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും അർപ്പിച്ചുകൊണ്ട് വരുന്നു. നന്ദി. പൊട്ടത്തിലല്ലേ ചരക്ക് നോക്കിയാ നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, പതാക ദിനം സിന്ദാബാദ്, പതാക ദിനം സിന്ദാബാദ്, ഉയരട്ടെ, ഉയരട്ടെ, ഉയരട്ടെ.
അടിമാലിയിൽ പ്രവർത്തിക്കുന്ന സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് BMLT, BSc ഡയാലിസിസ് ടെക്നോളജി, BWOC in MLT, BWOC in ഡയാലിസിസ് ടെക്നോളജി, BWOC in റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, BWOC in അനസ്തേഷ്യ ടെക്നോളജി, BWOC in ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, BWOC in ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ, BWOC in ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, DMLT, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, CSSD ടെക്നോളജി, DWOC in MLT, DWOC in ഡയാലിസിസ് ടെക്നോളജി, DWOC in ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, DWOC in ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, GNM എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. +2 പാസ്സാകാത്ത കുട്ടികൾക്ക് +2 തത്തുല്യമായ മെഡിക്കൽ കോഴ്സുകൾ. വെബ്സൈറ്റ് www.stjosephsinstituteofeducation.com. ഇമെയിൽ stjosephsinstitute.org@gmail.com.